പോകാം, ടാസ്ക് കാണാം. തിരുവനന്തപുരം ചെറിയതുറ സ്വദേശിനി നെസ്റ്റി ജോസാണ് ഒഡീസിയ യുവതാരത്തിൽ എന്നോടൊപ്പമുള്ളത്. ഹായ് നെസ്റ്റി. ഹലോ. ഇന്ന് ഫസ്റ്റ് റൗണ്ടിലെ ടാസ്ക് കിട്ടി കഴിഞ്ഞല്ലേ? ഫസ്റ്റ് റൗണ്ടിലെ ടാസ്ക് കിട്ടി. അപ്പൊ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. റെഡിയാണ്. ഫ്രണ്ട്സും ഉണ്ട് കൂടെ. എന്തൊക്കെ ഇന്ന് പ്ലാൻ? ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ സുവേജ് ഫാം എന്ന് പറയുന്ന ഒരു റോഡുണ്ട്. ഇന്ന് സുവേജ് ഫാമിൻ്റെ സൈഡിലുള്ള ഒരു ഏരിയയിൽ കുറച്ച് ചവർ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ഇന്ന് അവിടെ വൃത്തിയാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ റെഡിയായി. ഇന്ന് ഫ്രണ്ട്സും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ് എല്ലാവരും. അപ്പോൾ എന്തായാലും നമുക്ക് ടാസ്ക് കഴിഞ്ഞ് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് ടാസ്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ടാസ്ക് തുടങ്ങാൻ പോവുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ടീന ഇങ്ങോട്ട് കേറി നിന്ന് ചെയ്യാൻ. ഇനി ഒരുപാടുണ്ട്, തുടങ്ങിയിട്ടുള്ളൂ. പെട്ടെന്നോ പെട്ടെന്നോ. എടാ 1:30 വൈൻഡ് അപ്പ് ചെയ്യണം, പെട്ടെന്ന്. വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് അതിന്റെ പുറത്തൂടെ ബ്ലാക്കിൽ ഇവിടെ ചവർ ഇടരുത്. നെസ്റ്റി, എങ്ങനെയുണ്ട് കാര്യങ്ങള്? ഇവിടെ ഭയങ്കര വെയിലാണ്. ഉച്ചയ്ക്കാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ക്ഷീണമുണ്ട്. പിന്നെ വേസ്റ്റ് നമ്മൾ പുറമെ കണ്ട പോലെയല്ല, ഉള്ളിലോട്ട് പോകുമ്പോൾ പുഴുക്കളുണ്ട്, എക്സ്ക്രീറ്റ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിലെ കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ നാടെന്ന് വിചാരിച്ചിട്ട് അവരിപ്പോൾ അവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഏരിയ എങ്കിലും ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകാനായിട്ട്. ഒത്തിരി കഷ്ടമാണ്, വിചാരിച്ചതിനേക്കാളും കഷ്ടപ്പെട്ട ടാസ്ക് ആണെങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു വെയിലത്ത് നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ സ്മെല്ല് സഹിച്ചിട്ട് നിൽക്കുന്നത്. അതെ, ഒത്തിരി സ്മെല്ലുണ്ട്. മാത്രമല്ല ഒരുപാട് അഴുകിയ വേസ്റ്റ് ആണ്. അപ്പോൾ ഉള്ളിലോട്ട് ഡീപ്പായിട്ട് പോകുന്തോറും പുഴുക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത് സഹിച്ച് കുറേ നേരം വെയിലത്ത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി കുറെ കൂടെ ചെയ്യാനുണ്ടോ? ഇനി ഇത്രയും ഏരിയ കൂടെ കവർ ചെയ്ത് അവിടെ ഒന്ന് കൂട്ടുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. അപ്പോൾ എന്തായാലും നടക്കട്ടെ.
ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ വാഗ്ദാനമായിട്ടുള്ള നെസ്റ്റി യുവതാരം എന്ന ഈ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വരുന്നതിൽ ഈ പ്രദേശത്തുള്ള ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ തീരദേശത്തുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ എല്ലാവരുടെയും സഹകരണം എന്നും നെസ്റ്റിയോടൊപ്പം ഉണ്ടായിരിക്കും. ഈ പ്രദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ടുതള്ളുന്ന വേസ്റ്റുകളും മറ്റും നിർമൂലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നെസ്റ്റിയും കൂട്ടുകാരും എടുക്കുന്ന പ്രയത്നത്തെ ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളുടെയും എല്ലാ കുടുംബങ്ങളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും നെസ്റ്റിക്കുണ്ടായിരിക്കും. നെസ്റ്റിക്ക് എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നേർന്നുകൊള്ളുന്നു. താങ്ക് യു, എല്ലാവരും സഹായിച്ചതിന് വളരെ നന്ദി. തീർന്നു. താങ്ക്സ് എടാ, ഒരുപാട് താങ്ക്സ്. നെസ്റ്റി, ഇന്നത്തെ കുറച്ച് കടുപ്പമുള്ള ടാസ്ക് ആയി പോയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? ഇന്ന് വിചാരിച്ചതിനേക്കാളും പാടായിരുന്നു. പക്ഷേ ഒരു പരിധി വരെ അവസാനം വരെ വിളിച്ച കൂട്ടുകാരെല്ലാവരും കൂടെ നിന്നു. അപ്പോൾ തുടങ്ങിയപ്പം ഉള്ളിൽ വീണ്ടും ചവറ് കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ടാസ്ക് തീരാൻ കുറച്ച് ടൈം എടുത്തു. എങ്കിലും ചവറ് കോരി. പിന്നെ ഇവിടെ കുഴിച്ചു മൂടാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഇവിടെ ചെളി നിലമായിരുന്നു. അപ്പോൾ എത്ര കുഴിച്ചിട്ടും കുഴി പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചവറ് കൂട്ടി ഒരു സൈഡ് ഇട്ടിട്ടുണ്ട്, അത് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഇനി കോർപ്പറേഷനിൽ നിന്ന് JCB വന്നിട്ട് ഇവിടെ കുഴിച്ച് ചവർ അതിൻ്റെ അകത്ത് ഇടാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇന്ന് പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നാളെ രാവിലെ തന്നെ അതിനുള്ളത് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വിഷമിക്കേണ്ട, ക്ഷീണിച്ചൊരു പരിപാടി ഇരിക്കുകയാണ്. എന്നാലും നമ്മുടെ ജഡ്ജസ് അതിന് നല്ല മാർക്ക് തരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ജഡ്ജസിലേക്ക് പോകാം.